സ്വദേശിവൽക്കരണ നിയമത്തിലെ അർദ്ധവാർഷിക ലക്ഷ്യമായ 1% പൂർത്തിയാക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. നിശ്ചിത സമയത്തിനകം സ്വദേശികളെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സ്വദേശിവൽക്കരണ നടപടികൾ വഴി യുഎഇയിലെ സ്വകാര്യ മേഖലയിലെ ഇമറാത്തി ജീവനക്കാരുടെ എണ്ണം അതിവേഗം വർദ്ധിക്കുന്നുണ്ട്. യുഎഇ സ്വദേശിവൽക്കരണ പദ്ധതിയിലെ അർദ്ധവാർഷിക ലക്ഷ്യമായ 1% ജൂൺ 30-നകം പൂർത്തിയാക്കണമെന്ന് അധികൃതർ സ്വകാര്യ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. 50 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള കമ്പനികൾ വർഷത്തിൽ 2% സ്വദേശിവൽക്കരണം നടപ്പാക്കണമെന്നാണ് നിയമം. കമ്പനികളുടെ സൗകര്യാർത്ഥം 6 മാസത്തിലൊരിക്കൽ 1% വീതം സ്വദേശികളെ നിയമിക്കാനും അനുമതി നൽകിയിരുന്നു. ഇതനുസരിച്ച് ജൂൺ 30-ഓടെ മുൻ വർഷങ്ങളിലെ 4% ചേർത്ത് മൊത്തം 5% സ്വദേശിവൽക്കരണം പൂർത്തിയാക്കണം. നിശ്ചിത സമയത്തിനകം സ്വദേശികളെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നിയമം പാലിക്കാത്ത കമ്പനിക്ക് ആളൊന്നിന് 8,000 ദിർഹം വീതം വർഷത്തിൽ 96,000 ദിർഹം പിഴ ഈടാക്കും. 6 മാസത്തിലൊരിക്കൽ 48,000 ദിർഹം ഒന്നിച്ചടയ്ക്കാനും സൗകര്യമുണ്ട്. അടുത്ത വർഷം മുതൽ മാസാവസാന പിഴ 9,000 ദിർഹമാക്കി വർദ്ധിപ്പിക്കും. 1963 സ്വദേശികളെ വ്യാജ റിക്രൂട്ട്മെന്റ് നടത്തിയ 1,200 കമ്പനികൾക്കെതിരെ ശക്തമായ നടപടിയെടുത്തതായും അധികൃതർ അറിയിച്ചു. യുഎഇയിൽ സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം കൊണ്ടുവന്ന 3 വർഷങ്ങൾക്കുള്ളിൽ 96,000 സ്വദേശി പൗരന്മാർ ജോലിയിൽ പ്രവേശിച്ചതായി കണക്കുകൾ. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 170% വർധനയാണ് രേഖപ്പെടുത്തിയത്. ജനം, ദുബായ്.